സഹകരിപ്പിക്കാൻ UDF തീരുമാനം. ഏതെങ്കിലും ഘടകകക്ഷിയിൽ ലയിച്ച് മുന്നണിയിലെത്താനുള്ള ശ്രമത്തിന് പച്ചക്കൊടി. ഇന്ന് ചേർന്ന UDF യോഗത്തിലാണ് തീരുമാനം. അൻവറിനെ എങ്ങനെ സഹകരിപ്പിക്കണം എന്നത് തീരുമാനിക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തി. UDF തീരുമാനം വളരെ സ്വാഗതമെന്ന് PV അൻവർ പ്രതികരിച്ചു. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മന്ത്രി VN വാസവൻ, ഗൗതം അദാനി, കരൺ അദാനി, ശശി തരൂർ MP, M വിൻസൻ MLA തുടങ്ങി നിരവധി പേർ ചടങ്ങിന് സാക്ഷികളായി. മുൻ ക്രിക്കറ്റ് താരം S ശ്രീശാന്തിനെ 3 വർഷത്തേക്ക് വിലക്കി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സഞ്ജു സാംസണെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ സത്യവിരുദ്ധവും അപമാനകരവുമായ കാര്യങ്ങൾ പറഞ്ഞുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. പൊതിച്ചോറ് ശേഖരണത്തിനിടെ DYFI നേതാക്കൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസ്. കോൺഗ്രസ് നേതാവ് പ്രഭാകരനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അന്യായമായി തടഞ്ഞുവെച്ചതിനും കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ തെറി വിളിച്ചതിനുമാണ് കേസ്. DYFIയുടെ പരാതിയിലാണ് കണ്ണവം പോലീസ് കേസെടുത്തത്. വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരിക്കുന്നതിനെ പരോക്ഷമായി വിമർശിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഞങ്ങൾ സദസ്സിലുണ്ട്, രാജീവ് ചന്ദ്രശേഖർ വേദിയിലും എന്ന അടിക്കുറിപ്പോടെ MV ഗോവിന്ദനും KN ബാലഗോപാലിനും പിണറായി വിജയന്റെ ഭാര്യ കമല വിജയനുമൊപ്പം ഇരിക്കുന്ന ചിത്രമാണ് മുഹമ്മദ് റിയാസ് പങ്കുവച്ചത്. കൊല്ലത്ത് 7 ഇനം കഞ്ചാവും LSD സ്റ്റാമ്പുമായി യുവാവ് പിടിയിൽ. കല്ലുതാഴം സ്വദേശി അവിനാശ് ശശിയാണ് എക്സൈസ് പിടിയിലായത്. ഹൈബ്രിഡ് കഞ്ചാവിന്റെ ആൽബം ഉണ്ടാക്കുന്നതിനായി അവിനാശ് ഉപയോഗിച്ച ശേഷമുള്ള കഞ്ചാവാണ് എക്സൈസ് പിടികൂടിയത്. തിരുപ്പൂരിലെ നേഴ്സിന്റെ കൊലപാതകത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. മധുരൈ സ്വദേശിനി ചിത്രയെ കൊലപ്പെടുത്തിയ ഭർത്താവ് രാജേഷ് ഖന്നയാണ് പിടിയിലായത്. മധുരയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. രാജേഷ് ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറയുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിലെ പാകിസ്ഥാൻ പൗരന്മാർ തിരികെ പാകിസ്ഥാനിലേക്ക് തന്നെ മടങ്ങണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിനെതിരെ 6 അംഗ കുടുംബത്തിന്റെ ഹർജി. ഹർജിക്കാരുടെ രേഖകൾ പരിശോധിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ബജ്രംഗദൾ മുൻ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിന് പിന്നാലെ മാംഗ്ലൂരുവിൽ സംഘർഷാവസ്ഥ. ദക്ഷിണ കന്നഡ, ഉടുപ്പി മേഖലകളിലായി 3 പേർക്ക് വെട്ടേറ്റു. ഹൈന്ദവ സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ദിലും വ്യാപക ആക്രമണമാണ് ഉണ്ടായത്. ഒരിടവേളയ്ക്ക് ശേഷം ദക്ഷിണ കന്നഡയിൽ വീണ്ടും സംഘർഷം കനക്കുകയാണ്. അട്ടാരി വാഗ അതിർത്തിയിൽ കുടുങ്ങിക്കിടന്ന പൗരന്മാർക്കായി ഒടുവിൽ പാകിസ്ഥാൻ വാതിൽ തുറന്നു. അതിർത്തിയിൽ ഇന്നലെ മുതൽ കുടുങ്ങിക്കിടന്ന സ്വന്തം പൗരന്മാരെ പാകിസ്ഥാൻ തിരികെ കൊണ്ടുപോയി. വലിയ പ്രതിഷേധങ്ങൾ അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്നു. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സ്ഥാനത്ത് നിന്ന് മൈക്ക് വാട്സിനെ നീക്കി പകരം മാർക്കോ റൂബിയോയെ നിയമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പകരം വാട്സിനെ ഐക്യരാഷ്ട്രസഭയുടെ അംബാസിഡറായി നാമനിർദ്ദേശം ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്.